കേരളം ആര് ഭരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യത്തെ ട്രെൻഡ് അനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ സൂചന അനുസരിച്ച് കോർ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് ഇങ്ങനെയാണ്. കേരളം ആർക്കൊപ്പം എന്ന് സ്ക്രീനിൽ തെളിയട്ടെ. ഫൈനൽ ടാലി: LDF 66, UDF 62. NDA കൃത്യമായി ഒരു ലീഡ് എവിടെയും ഒരു മണ്ഡലത്തിലുമില്ല. ടൈറ്റ് ഫൈറ്റ് 12 ഇടത്ത്. ഭരണ തുടർച്ചയിലേക്കോ എന്ന സൂചന നൽകുന്നു ആദ്യത്തെ ഈ ട്രെൻഡ്. 66 ഇടത്ത് LDF, 62 ഇടത്ത് UDF. അഭിലാഷ്, അതിലൊരു പ്രത്യേക കാര്യം നോക്കേണ്ടത്, വ്യക്തമായി ഒരു മുന്നണിക്കും, അതായത് 71 കടക്കാൻ കഴിയുന്നില്ല, വ്യക്തമായ ഭൂരിപക്ഷം നിയമസഭയിൽ നേടാൻ കഴിയുന്നില്ല. ബാക്കി 12 എണ്ണം ടൈറ്റ് ഫൈറ്റിലാണ് കിടക്കുന്നത്. മറ്റൊരു കാര്യം, LDFന് 32 സീറ്റുകളിൽ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കോർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ പറയുന്നത്. UDF 20 സീറ്റെങ്കിലും അധികം പിടിക്കും. അതെ, 20 സീറ്റ് അധികം പിടിക്കും. അപ്പോൾ അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അതിശക്തമായ കടുത്ത ഒരു പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. 66-62 എന്നുള്ള നിലയിൽ UDFനേക്കാൾ 4 സീറ്റിന്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ കണക്കിൽ LDFന് കൂടുതലുണ്ട്. പക്ഷേ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 12 മണ്ഡലങ്ങളുണ്ട്. NDAയെ സംബന്ധിച്ച് നിലവിൽ അവർക്ക് കൃത്യമായ മേൽക്കൈയുള്ള മണ്ഡലങ്ങളൊന്നുമില്ല. എന്നാലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ടു LDF. പക്ഷേ ഒരു തൂക്ക് സഭയിലേക്ക് പോലും പോകാവുന്ന വിധത്തിൽ അതിശക്തമാണ് ഈ മത്സരം. ഈ 12 ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഈ സർവേ അനുസരിച്ച് ഈ 12 മണ്ഡലങ്ങളാണ് കേരളത്തിൽ ആര് അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുക. അതല്ലേ അഖില ഇതിന്റെ രത്ന ചുരുക്കം? ഉറപ്പായിട്ടും ഈ 12 മണ്ഡലങ്ങൾ തീരുമാനിക്കും കേരളത്തിൽ. ഈ 12 മണ്ഡലങ്ങളിലായിരിക്കും ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്നത് കേരളത്തിൽ. പക്ഷെ നമ്മളിത് വിലയിരുത്തുമ്പോൾ ഈ സർവേയിൽ ആർക്കാണ് നേട്ടമെന്ന് ചോദിച്ചാൽ അത് UDFനാണ്. സംസ്ഥാനത്ത് UDF അനുകൂല, ഇപ്പം വ്യക്തമായ ഭൂരിപക്ഷം ഇരു മുന്നണികൾക്ക് ലഭിക്കുന്നില്ലെങ്കിലും 30 സീറ്റുകൾ നഷ്ടമാകുന്നു. അത് UDFിലേക്ക്, UDFന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടായതുകൊണ്ടാണ് അവർ 42-ൽ നിന്നും ഈ ഒരു 60-ന് പുറത്തെ സംഖ്യകളിലേക്ക് എത്തുന്നത്. അനുകൂലമാണ്, UDFന് അനുകൂലമാണ്, അവർക്ക് അനുകൂലമായ ട്രെൻഡ് ഇനിയുള്ള ദിവസങ്ങൾ. പക്ഷേ അത് 71 മാർക്ക് കടക്കുന്നില്ല, വ്യക്തമായി കടക്കുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം ബാക്കിയാണ്. ഈ 12 സീറ്റുകൾ ആർക്കും ജയിക്കാവുന്ന സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഈ ആർക്കും ജയിക്കാനുള്ള സാധ്യതയിൽ 12 സീറ്റിൽ 11 LDF UDF തമ്മിലാണ് മത്സരം. അല്ല, 10 2 BJPയും, ഒരിടത്ത് BJPയും LDFും, ഒരിടത്ത് BJPയും UDFും തമ്മിൽ. ആ 10 സീറ്റിൽ UDFന് ജയിക്കാൻ സാധിച്ചാൽ അവർക്കൊരു പക്ഷേ ഈ പറയുന്ന രീതിയിലേക്ക് എന്താ ഭരണത്തിന് അടുക്കലേക്ക് എത്താം. അപ്പൊ ഇരു മുന്നണികൾക്കും സാധ്യതയുണ്ട്, തുല്യ സാധ്യത തന്നെയാണ്. ഓരോ ദിവസവും നിർണായകമാണ്. ഇനി വരുന്ന ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ നിർണായകമാണ്. ഈ സർവേ ഒക്കെ കഴിഞ്ഞതാ ഇന്നാണ് KB ഗണേഷ് കുമാറിന്റെ പ്രശ്നം വളരെ സജീവമായി കേരളം ചർച്ച ചെയ്യുന്നത്. ബെസ്റ്റ് മിനിസ്റ്ററായിട്ട് കേരളം വോട്ട് ചെയ്ത മിനിസ്റ്ററാണെന്ന് ഓർക്കണം KB ഗണേഷ് കുമാർ. പിറ്റേ ദിവസമാണ് ഇത് വരുന്നത്. നാളെ വേറൊന്നും സംഭവിക്കാം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഫെബ്രുവരി 16 മുതൽ 26 വരെ എടുത്തിട്ടുള്ള സാമ്പിളാണ്. ആ സമയത്തെ രാഷ്ട്രീയമാണ് പ്രതിഫലിക്കുക. ഒരു മാസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ലോങ് ആയിട്ടുള്ള, വളരെ ദീർഘമായിട്ടുള്ള പീരീഡാണ്. അതുകൊണ്ട് ഇനിയും സർവേ നടത്തും. സ്ഥാനാർത്ഥികൾ അണിനിരന്നതിന് ശേഷം നടത്തുന്ന സർവേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തമായ പിക്ചർ, വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നൽകും.